ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം: മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾ കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, അവരെ വിളിച്ച് ചേർക്കുവീൻ. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. ആ വാക്യം നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. ഇന്ന് നമ്മുടെ പലരുടെയും ഹൃദയം മുട്ടക്കുന്ന് പോലെയാണ്. വളരെ ഉയരമുള്ള കുന്നാണ്, പക്ഷേ അതിൽ ഒരു പൊടി സസ്യം പോലും മുളയ്ക്കുകയില്ല. മുട്ടക്കുന്നാണ്, ഒന്നും അതിൽ വളരുകയില്ല. അവിടെ ഊഷര ഭൂമിയാണ്, ഒരു മരുപ്പറമ്പ് പോലെയാണത്. അവിടെ എന്ത് നട്ടാലും അത് വളരുകയില്ല, അവിടെ ഫലം കിട്ടുകയില്ല. അവിടെ തികച്ചും ഉണങ്ങിയ ഭൂമിയാണ്, വരണ്ട ഭൂമിയാണ്, വരൾച്ച. മുട്ടക്കുന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, മുട്ടക്കുന്നിന്മേൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കാതെ നിങ്ങൾ കൊടി ഉയർത്താനാണ് പറയുന്നത്. നമ്മുടെ പലരുടെയും വീടുകൾ മുട്ടക്കുന്നുകളാണ്. വീടുകൾ പലതും എന്നും കലഹം, എന്നും അഭിപ്രായ വ്യത്യാസം, എന്നും വാക്പോര്, അല്ലേ, എന്നും പരസ്പരം വാഗ്വാദങ്ങൾ, എന്നും മനസ്സ് നീറിപ്പോകുന്ന അനുഭവങ്ങൾ, നിരാശ കൊണ്ട അനുഭവങ്ങൾ, ആകെ തളർന്ന ജീവിതം. മുട്ടക്കുന്നുകളാണ്. ഒന്നും ഐശ്വര്യകരമായി ഒന്നും അവിടെ വളരുകയില്ല, പ്രയോജനമുള്ള ഒന്നും അവിടെ വളരുകയില്ല. ചീത്ത വാക്കുകൾ, പിരാക്ക്, ശാപം, അസഭ്യ സംഭാഷണം, അശ്ലീലമായ സംഭാഷണങ്ങൾ, വൃത്തികെട്ടതായ പെരുമാറ്റങ്ങൾ. ഓരോ വീടുകളും ഇത് മുട്ടക്കുന്നാണ്. ഓരോ വീടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം, അല്ലേ? മുട്ടക്കുന്നല്ലേ നിങ്ങളുടെ വീട്? എന്നും ഒരു സംതൃപ്തിയുണ്ടോ? സംതൃപ്തി. മതി കർത്താവേ, മതി, സന്തോഷമാണ് കർത്താവേ, പറയാൻ പറ്റുന്നുണ്ടോ? അയ്യോ അല്ല കർത്താവേ, എന്നും ദുരിതമാണല്ലോ, എന്നും അസമാധാനമാണല്ലോ, സ്വസ്ഥതയില്ലല്ലോ കർത്താവേ. ഏതെല്ലാം തരത്തിലാണ് ഒരാപത്ത് കഴിയുമ്പോൾ മറ്റൊരാപത്ത്, ഒന്നിനു മീതെ ഒന്നായി ഓരോരോ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതമാകെ തകർന്നു പോയല്ലോ, ജീവിതമാകെ തകർന്ന് ഉടഞ്ഞു പോയല്ലോ. മനോഹരമായൊരു പാത്രം ഉടഞ്ഞു പോകുന്നത് പോലെ എൻ്റെ ജീവിതം ഉടഞ്ഞു പോയല്ലോ കർത്താവേ. ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയല്ലോ. ഭാവിയെക്കുറിച്ച് മോഹന പ്രതീക്ഷകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ചില സ്വപ്നങ്ങൾ നെയ്തെടുത്തിരുന്നു മുമ്പ്, പക്ഷേ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. കർത്താവേ, എൻ്റെ വീട് മുട്ടക്കുന്നായിരിക്കുന്നു. എൻ്റെ കുടുംബം ഇന്ന് കുടുംബം എന്ന് പറയാൻ നിർവാഹമില്ല. ഇന്ന് അത് വെറും വീട് മാത്രമായിരിക്കുന്നു. കർത്താവേ, അവിടെ പരസ്പര സ്നേഹമില്ല, നിനക്കറിയാമല്ലോ. പരസ്പരം ഇഷ്ടമില്ല, പരസ്പര അഭിപ്രായ വ്യത്യാസമാണ്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ എന്തിനാണ് വഴക്ക് കൂടിയത് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തിനാണ് വഴക്ക് കൂടിയത്? ഞാൻ എന്തിനാണ് കോപിച്ചത്? കോപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് തോന്നും. പക്ഷേ പെട്ടെന്ന് ചുണ്ടി വന്നു കഴിഞ്ഞു, പെട്ടെന്ന് കോപം വന്നു കഴിഞ്ഞു. ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും മക്കൾക്കൊക്കെ ആർക്കാണെങ്കിലും നിസ്സാര കാര്യം മതി പെട്ടെന്ന് ചുണ്ടി വരാൻ, പെട്ടെന്ന് കോപം. മനസ്സിൽ പല നാളുകളായി എങ്ങനെ ഉറഞ്ഞുകൂടിയിരുന്നതായ വിദ്വേഷവും മത്സര ചിന്തകളും ഹൃദയത്തിലെ നൈരാശ്യവും എല്ലാം കൂടി ചേർന്ന് അവിടെ ശാപവാക്കുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാപവാക്കുകൾ. ചിലപ്പോൾ ഒരുപക്ഷെ മദ്യം കുടിച്ച് ലക്കില്ലാതെ ഭർത്താവ് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുകയായിരിക്കും. അല്ല, മക്കൾ പിറക്കുന്നില്ല, മുട്ടക്കുന്നാണ്. മക്കൾ പിറക്കുന്നില്ല, മക്കൾ ജനിക്കുന്നില്ല, മുട്ടക്കുന്ന്. സങ്കടകരമായ കാര്യമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്, തീർച്ചയായിട്ടുമാണ്. എന്നാൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല. എന്താണ് കാരണം? ആർക്കറിയാം? ഡോക്ടേഴ്സ് നോക്കി കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷേ ഒരു കുഞ്ഞ് പിറക്കാനുള്ള സാധ്യതയില്ല. എന്താണാവോ? ഡോക്ടേഴ്സിന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് കുഞ്ഞ് പിറക്കാത്തതെന്ന്. മുട്ടക്കുന്നാണ് പ്രിയപ്പെട്ടവരെ. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്താൻ കർത്താവ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനേകം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ
നിങ്ങളുടെ ഊഷരമായ മരുഭൂമി പോലുള്ളതായ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൊടിയുയർത്താനാണ് കർത്താവ് പറയുന്നത്. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ നിരാശപ്പെട്ട് മാറേണ്ട, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇനിയും നല്ല പ്രത്യാശയുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. നിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനിയും പ്രത്യാശയുണ്ട്. നീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരി, നീ വലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരി, പക്ഷേ ഇനിയും ആശയ്ക്ക് വകയുണ്ട് മകനെ എന്നാണ് കർത്താവ് പറയുന്നത്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനിയും പ്രത്യാശയുണ്ട് എന്ന് പറയുന്നൊരു വാക്യം കാണാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കൂ. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ മക്കൾ, ഇന്ന് താന്തോന്നികളായി നടക്കുന്ന മക്കൾ, ഇന്ന് കഞ്ചാവിൻ്റെ അടിമകളായ മക്കൾ, ഇന്ന് ദുശീലങ്ങൾക്ക് അടിമകളായ മക്കൾ, അവർ മടങ്ങി വരും. ഇന്ന് രോഗഗ്രസ്തമായ ശരീരം പുതുജീവൻ പ്രാപിക്കും, ചൈതന്യത്തോടെ എഴുന്നേറ്റ് വരും. നിൻ്റെ ജീവിതത്തിലെയും നല്ല കാലങ്ങളുണ്ട്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഒന്നുകൂടെ വായിക്കാം. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിൻ്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. നഷ്ടപ്പെട്ടു പോയ മക്കൾ, പൈശാചികൻ വലിച്ചഴിച്ചുകൊണ്ടുപോയ മക്കൾ, ദുഷ്ടപിശാച് അവൻ കെട്ടി വലിച്ചു കൊണ്ടുപോയ മക്കൾ, ദുഷ്ടപിശാച് നരകത്തിലേക്ക് തള്ളിയിടാനായിട്ട് പാപത്തിൻ്റെ ചങ്ങലയിട്ട് വലിച്ചുകൊണ്ടു പോകുന്നതിൻ്റെ മക്കൾ, അവർ മടങ്ങി വരും. ഭയപ്പെടേണ്ട. നിൻ്റെ മക്കൾ നിൻ്റെ അരിയിലേക്ക് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. 29-ാം അധ്യായത്തിൽ കാണാം, 10-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ഈ സ്ഥലത്തേക്ക് നിങ്ങളെ മടക്കി വരുത്തും. ഇന്ന് നിങ്ങൾ ബാബിലോണിയായിലെ നെബൂഖദ്നേസർ അടിമത്തിൽ കഴിയുകയാണ്. എന്നാൽ നിങ്ങളെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തും. ഇന്ന് നിങ്ങൾ വിദേശത്തിലെ പ്രഭുവിൻ്റെ കീഴിൽ കഴിയുകയാണ്. അന്ധകാര പ്രഭുവായ പൈശാചികൻ്റെ കീഴിൽ നിങ്ങൾ കഴിയുകയാണ്. ദുഷ്ടപിശാച് നിങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടെ എന്തെല്ലാമാണ് അവൻ ചെയ്യിക്കുന്നത്, ഏതെല്ലാം ചീത്ത പ്രവൃത്തികളിലേക്കാണ് അവൻ വലിച്ചുകൊണ്ട് പോയത്. വ്യാജം പറയുന്നത്, മറ്റുള്ളവരെ ദുഷിക്കുന്നത്, മറ്റുള്ളവർ ദ്വേഷിക്കുന്നത്, മറ്റുള്ളവർ പിണക്കമായി കഴിയുന്നത്, എന്തെല്ലാം ദുഷ്ടപിശാച് എവിടെയെല്ലാമാണ് നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇന്ന് ഈ നിങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം, 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരും. ശുഭഭാവി വരും. ഇന്ന് എല്ലാം അശുഭമായിട്ടല്ലേ കാണുന്നത്. നിങ്ങൾക്ക് ശുഭഭാവി ലഭിക്കും. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ചില നിരൂപണങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ചിലതെല്ലാം ചിന്തയുണ്ട്, ചില വിചാരങ്ങളുണ്ട് എൻ്റെ ഹൃദയത്തിൽ. നിങ്ങൾ ഇന്ന് സാത്താൻ്റെ പണിപ്പുരയിൽ വേല ചെയ്യുന്ന പാവകളാണ്, അല്ലെങ്കിൽ അടിമകളാണ്. എന്നാൽ നിങ്ങൾ ഇനി ശോഭനമായൊരു കാലം നിങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ഈ നിരൂപണങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഒരിക്കലും തിന്മയ്ക്കല്ല, നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതോ നിങ്ങൾക്ക് നാശം വരുത്തുന്നതൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. അവ തിന്മയ്ക്കല്ല. എൻ്റെ നിരൂപണങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ളതായ എൻ്റെ നിരൂപണങ്ങൾ, എൻ്റെ ചിന്തകൾ, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. സ്തോത്രം. നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. എൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചാൽ മതി. നിങ്ങളൊന്ന് വിനയപ്പെട്ടാൽ മതി. നിങ്ങളൊന്ന് താണു വന്ന് എന്നോട് അപേക്ഷിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങളങ്ങനെ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. നല്ലത്, എന്നെ അന്വേഷിക്കും. ഇതുവരെയും നിങ്ങൾ ലോക ഇമ്പങ്ങൾ അന്വേഷിച്ചു, വെറിക്കൂത്തുകൾ അന്വേഷിച്ചു, ഈ ലോകത്തിലെ പ്രതാപവും പേരും പെരുമയും നിങ്ങൾ അന്വേഷിച്ചു, ഈ ലോകത്തിലെ സന്തോഷങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുവിൻ. സാക്ഷാൽ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുവിൻ. ദൈവം, ജീവിക്കുന്ന ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ
നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായ പ്രവചനമാണ് യിരെമ്യാവ് പറയുന്നത്. വ്യക്തമായ ചില വചനങ്ങളാണ് യിരെമ്യാവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് ഏതെല്ലാം തരത്തിൽ ദുരിതപ്പെട്ട് മുട്ടക്കുന്നായി നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടോ? ഫലശൂന്യമായി നിങ്ങളുടെ ജീവിതം തീർന്നിട്ടുണ്ടോ? ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതം വിരസമായി തീർന്നിട്ടുണ്ടോ? മടുത്തു പോയിട്ടുണ്ടോ? നിങ്ങൾ തളരണ്ട. നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിപ്പീൻ. പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുപോയ തോൽവികൾ നിങ്ങൾ സമ്മതിക്കുവീൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുപോയ തെറ്റുകൾ നിങ്ങൾ ഏറ്റുപറയുവീൻ. വന്നുപോയ തെറ്റുകൾ ഓരോന്നോരോന്ന് ചകഞ്ഞെടുത്ത് കണ്ട്, പഴയകാല ജീവിതത്തിലെ ഏടുകൾ മറിച്ച് കണ്ട്, പഴയകാല ജീവിതത്തിൻ്റെ താളുകൾ ഓരോന്നോരോന്ന് മറിച്ച് കണ്ട്, നിങ്ങൾക്കൊന്നുപോയ പാപങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഏറ്റുപറയുവീൻ. നിങ്ങൾ അവയെ ഉപേക്ഷിക്കുവീൻ. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ ഇന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വെറുതെ കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ മോഷ്ടിച്ചു, ഞാൻ നുണ പറഞ്ഞു, ഞാൻ ചിലരുടെ വിദ്വേഷമായിട്ടിരുന്നു എന്നൊക്കെയാണ് ഏറ്റു പറയുന്നത്. അതൊന്നും ദൈവസന്നിധിയിലേക്ക് ഞാൻ ഏറ്റുപറച്ചിൽ ചെല്ലുകയില്ല. ദൈവസന്നിധിയിൽ ഞാൻ അസത്യം ചെയ്തു, എനിക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് പ്രശംസയുണ്ട്, എനിക്ക് നീരസമുണ്ട്, എനിക്ക് കയ്പുണ്ട്, എനിക്ക് വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ദൈവം കേൾക്കുകയില്ല. കർത്താവ് മുഖം മറിച്ച് കളയും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പാവവും എപ്പോൾ എങ്ങനെയെല്ലാം വന്നു എന്ന് സ്പെസിഫിക്കായിട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഏറ്റുപറയണം. അതാണ് പാവം ഏറ്റുപറയെന്ന് പറയുന്നത്. അത് ഏറ്റുപറയുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് നിങ്ങൾ അനുദപിക്കണം. പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് നിങ്ങൾ അനുദപിക്കുകയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യണം. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. മൊട്ടക്കുന്ന് അവിടെ കൊടി ഉയർന്നു നിൽക്കും. മനോഹരമായ ഒരു നല്ല പൂന്തോട്ടം പോലെ, മനോഹരമായ ഉദ്യാനം പോലെ പ്രശോഭിക്കാൻ തുടങ്ങും. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വന്നുപോയ താളം തെറ്റലുകൾ നിങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കണം. ഓരോന്നും ഏത് സാഹചര്യത്തിൽ പാപം എന്തെല്ലാം വിധത്തിൽ വന്നു. നുണ പറഞ്ഞു എന്നല്ല, ഇന്നയാളോട് ഇന്ന സമയത്ത് എന്ന വിധത്തിൽ ഞാൻ നുണ പറഞ്ഞു, എനിക്ക് വൈരാഗ്യമുണ്ടെന്നല്ല, ഇന്നയാളോട് ഇന്ന കാര്യങ്ങൾ എനിക്ക് വൈരാഗ്യമുണ്ടായി, ഞാനത് വൈരാഗ്യം എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. ഏറ്റുപറയണം. ശരിയായി ഏറ്റുപറയണം. ഏറ്റുപറച്ചിലിൻ്റെ ശരിയായ ചിത്രം നിങ്ങൾക്ക് കാണാം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ യോശുവയുടെ മുമ്പിൽ ആഖാൻ പിടിക്കപ്പെട്ടു വന്നു. ആഖാൻ പാപം ചെയ്തു. ആഖാൻ മോഷണം നടത്തി. ഞാൻ മോഷണം നടത്തിയെന്നല്ല അവൻ പറഞ്ഞത്. ഞാൻ മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ മോചനം കിട്ടുകയില്ല. ആഖാൻ എന്താണ് ചെയ്തത് നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തോടേറ്റ് പറയുക. നീ എന്ത് ചെയ്തു എന്ന് പറക. നീ എന്ത് ചെയ്തു എന്ന് കൃത്യമായി നീ പറയുക. എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്നതിനോട് നീ മറച്ചു വയ്ക്കരുത്. യോശുവ പറയുകയാണ്, നീ എന്ത് ചെയ്തു എന്ന് നീ പറയണം. എന്താണ് നീ ചെയ്തത്? നീ ചെയ്ത തിന്മ എന്താണ്? നീ ഏറ്റു പറയണം. പോരാ, എന്തെന്ത് തിന്മകൾ നീ ചെയ്തു കൃത്യമായിട്ട് പറയണം. അനേയും പോരാ, നീ അത് ചെയ്തപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വന്നുപോയ പാവത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് ഏങ്ങലടികളോടെ ഏറ്റു പറയണം. അനുതാപത്തോടെ ഏറ്റു പറയണം. വ്യസനിച്ചുകൊണ്ട് ഏറ്റു പറയണം. ഇനിമേൽ അത് വരികയില്ല എന്നുള്ള ഉറപ്പോടെ ഏറ്റു പറയണം. നീ എന്ത് ചെയ്തു എന്ന് നീ പറയുക. എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് നീ ഏറ്റു പറയുക. ദൈവത്തോട് ഏറ്റു പറഞ്ഞ് അനുഭവിച്ച് കണ്ണീരോടെ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം നീ എന്നോട് ഏറ്റു പറയുക. ദൈവത്തിൻ്റെ അഭിഷിക്തനോട് നീ ഏറ്റു പറയുക. പിന്നെ ആഖാൻ യോശുവയോട്, ആഖാൻ അപ്പോൾ യോശുവയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഞാൻ പിഴച്ചുപോയി. ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഇന്നിന്നത് ഞാൻ ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിന്റെ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇതെല്ലാം കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു, ഞാൻ മറവ് ചെയ്ത് സൂക്ഷിച്ച് ഒളിച്ചു വെച്ചു. ഏതെല്ലാം വേണമെന്നൊരു വായിക്കൂ. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിന്റെ മേലങ്കിയും വിശേഷമായ, കിട്ടാൻ പ്രയാസമുള്ള വിശേഷമായ ഒരു ബാബിലോണിന്റെ മേലങ്കി ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, മറവ് ചെയ്തു. പിന്നെ 200 ശേക്കൽ വെള്ളിയും 200 ശേക്കൽ വെള്ളി ഞാനതെടുത്തു, അത് ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, മറവ് ചെയ്തു. 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, ഞാൻ ഒളിച്ചു വെച്ചു.
ദൈവത്തിന് സ്തോത്രം. ഇന്നിനെ ചെയ്തിരിക്കുന്നു സത്യം. പ്രിയപ്പെട്ടവർ, ഇതാണ് ഏറ്റുപറച്ചിൽ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ ഓരോ സമയങ്ങളൊന്നു പോയി പാവങ്ങൾ നാം കണ്ടെത്തണം. ഈ മുട്ടക്കുന്നിന്മേൽ കുടിയേറണമെങ്കിൽ, ഈ മുട്ടക്കുന്ന് നല്ല ഉദ്യാനം പോലെ പ്രശോഭിതമായി തീരണമെങ്കിൽ, മനോഹരമായൊരു പൂങ്കാവനം പോലെയായി തീരണമെങ്കിൽ അത് ആദ്യം വേണ്ടതെന്താണ്? എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന പാകപ്പഴകൾ വന്നു ഉയർത്താവേ. എന്നെക്കൊണ്ട് ഈ മുട്ടക്കുന്ന് മനോഹരമായി ഉദ്യാനമാക്കാൻ പറ്റുകയില്ല. ഇവിടെ ഒരു കൊടിയുയർത്താൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. ഞാൻ നിസ്സഹായനാണ്. നിനക്കത് ചെയ്യാൻ സാധിക്കും. അതിനുള്ള വ്യവസ്ഥ ഞാൻ പാലിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഓരോരോ പാവങ്ങൾ, ഓരോ സമയങ്ങളൊന്നു പോയ പാവങ്ങൾ ഒന്നൊന്നായി ഞാൻ എടുത്ത് ഏറ്റുപറഞ്ഞ് ഞാൻ അനുദപിച്ച് എൻ്റെ കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ എണ്ണി ഏറ്റുപറയും, ഉപേക്ഷിക്കും. ഏറ്റുപറഞ്ഞാൽ പോരാ, ഉപേക്ഷിക്കും. ഇന്നലെ ഏറ്റുപറഞ്ഞു, ഇന്ന് വീണ്ടും ചെയ്യാനല്ല, അത് എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഓരോരോ സമയങ്ങളൊന്നു പോയി പാവങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് നിങ്ങൾ അത് ഏറ്റുപറഞ്ഞ് കർത്താവേ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ പാവങ്ങളുടെ മേൽ കണക്കിടല്ലേ എന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ നിത്യതയിലേക്ക് വരുമ്പോൾ ഈ പാവങ്ങളുടെ നേരെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കാൻ ഇടവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവേ ഈ പാവങ്ങൾ എൻ്റെ പേരിലുള്ളതായ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞ്, കടച്ചീട്ടുകളെ കീറി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് യാചിച്ചു നോക്കൂ. കാണാം നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ വിരസത മാറുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ മടുപ്പ് നിരാശയും മാറുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കൊരു സുബോധം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. തലയ്ക്ക് വെളിവുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അനേകം പേര് വെളിവില്ലാത്തവരെ പോലെ ഇരിക്കുന്നു. ക്ഷമിക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല. അനേകരിന്ന് വെളിവില്ലാത്തവരെ പോലെ ഇരിക്കുന്നു, സുബോധമില്ലാത്തവരെ പോലെയാണ് ഇരിക്കുന്നത്. പിശാച് നിങ്ങളുടെ ആന്തരികമായ നിങ്ങളുടെ ബോധമനസ്സിനെ അവൻ്റെ അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുകയാണ്. പിശാച് ഈ തെറ്റുകൾ നിനക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അവനത് മൂടിപ്പിടിച്ചിരിക്കുകയാണ്. തെറ്റായിട്ട് നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നിൻ്റെ ബോധമനസ്സ് മുഴുവനും പിശാചിൻ്റെ കയ്യിലായിപ്പോയി. സാത്താനുടെ ഇരുളുകൊണ്ട് മൂടിയിരിക്കുകയാണ്. നീ എന്തെല്ലാം നന്മകൾ നിനക്കുണ്ടെന്ന് പറഞ്ഞാലും നിൻ്റെ ജീവിതത്തിലുള്ള തിന്മകൾ നീ കണ്ട് ഓരോന്നായി എണ്ണി ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അയച്ചില്ലെങ്കിൽ മകനെ നീ കൈവിടപ്പെട്ടു പോകും. മകളെ നീ അവസാനം നിരാശയിലാക്കി പോകേണ്ടി വരും. മുട്ടക്കുന്നിന്മേൽ കൂടി ഉയർത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഉദ്യാനം ഇന്ന് മുട്ടക്കുന്നാകാൻ കാരണമുണ്ട്. നല്ല തഴച്ചു വളർന്നിരുന്നതായ നിൻ്റെ ജീവിതത്തിൽ, നല്ല ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നതായ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ വരൾച്ച വരാൻ കാരണമുണ്ട്. നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യ നിമിത്തവും, അധികമായ അകൃത്യങ്ങളൊന്നു പോയി, അകൃത്യത്തിൻ്റെ ആധിക്യ നിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പ നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി കർത്താവ് പറയുകയാണ്. കർത്താവ് നിൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തുറന്ന് കാര്യങ്ങൾ പറയുകയാണ്. മനുഷ്യനൊന്നും അനുഭവിച്ചാൽ മതി. അങ്ങനെ നീ അനുഭവിക്കുമെങ്കിൽ നിനക്ക് എന്താണ് വരാൻ പോകുന്നത്? 19-ാം വാക്യം. നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഏങ്ങലടിയിൽ ഉയർന്നിരുന്ന ഭവനത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഘോഷം പുറപ്പെടും. ഇതുവരെ ഈ നെടുവീർപ്പോടെ കരഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് സന്തോഷത്തിൻ്റെ ധ്വനികൾ പുറപ്പെടും. അനേകരുടെ ജീവിതത്തിൽ നിന്ന് മഹത്വം പോയി. ഒരു കാലത്ത് പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒരു കാലത്ത് വചനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് വചനത്തോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ദൈവമക്കളെ ഒരു സ്നേഹമായിരുന്നു, ഒരു കാലത്ത് ജീവിതത്തെ തിരിഞ്ഞു നോക്കി എപ്പോഴും അനുഭവിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു, തകർന്ന് നുറുങ്ങിയതായ ഹൃദയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിൻ്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും അടഞ്ഞു പോയിരിക്കുന്നു. നിനക്കിന്ന് അനുതാപവുമില്ല, നിനക്കിന്ന് പശ്ചാത്താപവുമില്ല, നിന്റെ പാപത്തെ നീ തിരിച്ചറിയുന്നില്ല. നീ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതെ, മറ്റുള്ളവർ കുറ്റം പറയുകയാണ്. എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഭാര്യയെ കുറ്റം പറയുന്നു, എൻ്റെ മക്കളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കുറ്റം പറയുന്നു. എല്ലാവരും മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നത്. എന്നാൽ നീ നിന്നെ തന്നെ കാണുന്നില്ല. നിന്നെ നീ വിധിക്കുക. നിന്നെ തന്നെ, നിൻ്റെ പാപം കണ്ടിട്ട് നീ നിന്നെ തന്നെ വിധിക്കുക. ഇതെല്ലാം കർത്താവേ, ഇതെല്ലാം എൻ്റെ പേരിൽ വന്ന പാപങ്ങളാണ്. എൻ്റെ പേരിൽ നിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാപങ്ങളാണ്. ഇതവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരു അഭിവൃദ്ധി കിട്ടുകയില്ല. എനിക്ക് അഭിവൃദ്ധി കിട്ടണമെങ്കിൽ കർത്താവേ, എൻ്റെ പരുക്ക് മാറണമെങ്കിൽ, എൻ്റെ വേദന തീരണമെങ്കിൽ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. കർത്താവേ, നീ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണം. അങ്ങനെ പാപം ക്ഷമിച്ചവരെന്ന് പറയുകയാണ്. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. വർദ്ധിപ്പിക്കും. ഇനിയും നല്ല കാലങ്ങൾ കിട്ടും. ദൈവത്തിന് സ്തോത്രം. അലിവോടു കൃപ ചെയ്യുക നാഥ, ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ, ആർദ്രതയാൽ
കോപത്തിൻ വഴിയും താടനവും നീക്കിയിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്രീവായുടെ വൻറൂഷ്മായ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. കർത്താവേ, അലിവോട് ഞങ്ങളോട് കൃപ ചെയ്യണമേ. ആഹ്വാനം ചെയ്യുന്ന പാപികളിൽ, വിളിച്ചപേക്ഷിക്കുന്ന പാപികളിൽ കൃപയെ വിലക്കാത്തവനാണല്ലോ നീ കൃപ തരുമല്ലോ. ഞാൻ പാപിയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്, എനിക്ക് കൃപ വിലക്കരുതേ. കർത്താവേ, ഞാൻ എൻ്റെ ആഗ്രഹം എന്നോട് പറയട്ടെ. എനിക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ, പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരണമേ. ആനന്ദവും ഐശ്വര്യമുള്ള മാസങ്ങളും ആണ്ടുകളും തരണമേ. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും തരണമേ. കർത്താവേ, നിൻ്റെ ശ്രീവായുടെ റൂസ്മായാൽ ദുഷ്ടപിശാച്, എന്നെ വഞ്ചിക്കുന്ന ദുഷ്ടപിശാചിനെ നീ ഫൽസിച്ചകറ്റണമേ. അവനെ വിധ്വംസിച്ച്, അവനെ ശാസിച്ച്, അവനെ ഫൽസിച്ച് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നിൽ അവകാശം വന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചുക്കളെ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ. ആർദ്രതയാൽ കോപത്തിൻ വഴിയും താടനവും നീക്കിയിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്രീവായുടെ വൻറൂഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. അങ്ങനെ ദുഷ്ടപിശാചിനിൽ നിന്ന് മാറ്റുമ്പോൾ ഞാൻ നിൻ്റെ ആർദ്രതയെ വാഴ്ത്തിപ്പാടും. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാനേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞാൻ യോഗ്യനായിത്തീരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം പറയാറുള്ളതാണല്ലോ, കേൾക്കാറുള്ളതാണല്ലോ. നിങ്ങളെന്ത് പറയുന്നു? ജീവിതത്തിൽ ഒരു സമാധാനം വേണ്ടേ? ജീവിതത്തിലൊരു അഭ്യുന്നതി വേണ്ടേ? ഒരു ഐശ്വര്യം വേണ്ടേ? എന്നും ഇങ്ങനെ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ മതിയോ? നമുക്കൊരു നല്ല കാലം വരണ്ടേ? ദൈവത്തിന് തരാമെന്ന് കർത്താവ് പറയുന്നു. തരാമെന്നാണ് കർത്താവ് പറയുന്നത്. നീ അനുഭവിക്കൂ, നീ നിൻ്റെ പാവത്യോത്ത് അനുഭവിക്കൂ. നീ നേരെ തിരിഞ്ഞു വരൂ. നീ ദൂരെ പോയിരിക്കുന്നു. അവിടെ നിന്ന് നീ ഓരോ ചൂടും വെച്ച് വേദനയോടെ ഓരോ ചൂടും വെച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ കണ്ണീര് കൊണ്ട് കർത്താവിൻ്റെ പാദം നനച്ചുകൊണ്ട് നീ പറയും, വരൂ വരൂ, വേഗം വരൂ. സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ വെച്ച രക്ഷകനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവിനെ നിങ്ങൾ വിളിക്കൂ. ഒരു പാവവും ചെയ്യാതെ ഒരു കുറ്റവാളിയെപ്പോലെ കുരിശിൽ കിടന്ന് പെടഞ്ഞ കർത്താവിനെ നിങ്ങൾ വിളിക്കൂ. ഒരു തെറ്റുമില്ലാതിരുന്നിട്ടും അവർ കർത്താവിന് ക്രൂശ് കൊടുത്തു. ആ യേശുവിനെ നിങ്ങൾ വിളിക്കൂ. യേശുവിൻ്റെ അരിയിലേക്ക് വരട്ടെ. യേശു തൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടട്ടെ. നിങ്ങൾ വിശ്വാസത്തോടെ ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ആണിതറയ്ക്കപ്പെട്ടതായ കൈകളിലെ ആണിപ്പഴുതിൽ നിന്ന് രക്തം ഒഴുകും നിങ്ങൾക്ക് കാണാം. ആ തിരക്ക് നിങ്ങളുടെ പാവങ്ങളെ കഴുകും. വന്നുപോയ സകല പാവങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. എല്ലാ പാവവും പോക്കുന്ന ശുദ്ധീകരിക്കുന്നതായ തിരക്തം നിങ്ങളെ സമീപിക്കുകയാണ്. ആ തൃക്കരം നിങ്ങളുടെ അരികിലേക്ക് നീട്ടുകയാണ്. മോളെ, നീ ആ കരം കാണുക, ആ കരത്തെ നീ മുത്തുക. ഹല്ലേലൂയ. മകനെ, നീ ആ കരം കാണുക, ആ കരത്തെ നീ ചുംബിക്കുക. ഹല്ലേലൂയ. ആ തൃക്കരം നിൻ്റെ നേരെ നീട്ടുന്നതിനെ സ്വീകരിക്കാനാണ്. നിൻ്റെ ജീവിതത്തിലെ ഊഷരതകൾ മാറ്റാനാണ്. നിൻ്റെ ജീവിതത്തിലെ വരൾച്ചകൾ മാറ്റാനാണ്. നിൻ്റെ ജീവിതത്തിലെ മുട്ടക്കുന്ന് മാറ്റി അവിടെ പൂങ്കാവനം സൃഷ്ടിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. മുട്ടക്കുന്നിന്മേൽ കൊടിയെത്തുവീൻ. സ്നേഹിതരെ, നിങ്ങൾ ഈ സമയം കളയരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുവീൻ. യേശുവിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. അത് തൃക്കരം നീട്ടിയിരിക്കുകയാണ്. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊടി ഉയർത്തും. കുരിശിവിടെ ഉയർത്തും. കർത്താവേ, കുരിശ് രക്ഷയുടെ നിദാനമായ കുരിശ് ഈ മുട്ടക്കുന്നിന്മേൽ ഉയർത്തും. കർത്താവേ, കുരിശാകുന്ന കൊടി ഞാൻ എൻ്റെ ചങ്കിന്മേൽ ഉയർത്തും. എൻ്റെ ഹൃദയത്തിൽ ആ കുരിശാകുന്ന കൊടി ഞാൻ നിവർത്തും. കർത്താവേ, കുരിശിലെ ത്യാഗം ഞാൻ കാണും. കുരിശിലെ സ്നേഹം ഞാൻ കാണും. കുരിശിലെ രക്ഷകനെ ഞാൻ കാണും. കുരിശിൽ മരിച്ച രക്ഷകനെ ഞാൻ കണ്ടുകൊണ്ട് ആ കുരിശിൻ്റെ അടിയിലേക്ക്, രക്ഷകൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏൽപ്പിക്കാം. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്താം. അനുഗ്രഹീതമായ നല്ല സുന്ദര കാലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും നിങ്ങൾക്ക് തരും. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് വീണ്ടും തരും. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരികെ തരും. എല്ലാ നന്മകളാൽ നിങ്ങളെ അലങ്കരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, എൻ്റെ യേശുവേ, ഇന്നിതാ ഞാൻ എൻ്റെ ജീവിതം നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. എൻ്റെ ഭാവി നിനക്കായി ഞാൻ വേർതിരിച്ചു തരുന്നു. ഇനി എനിക്ക് ഞാനല്ല യേശു അത്രേ, ഞാനല്ല യേശു അത്രേ. ഞാൻ എന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഇതാ മരിക്കുന്നു. യേശു ഇതാ ഉയർത്തുന്ന
ജീവിക്കുന്നു, ഞാൻ പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുന്നുണ്ടോ? ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഞാൻ പാപം ചെയ്ത് എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞു, മുട്ടക്കുന്നാക്കി കളഞ്ഞു. സുന്ദരമായ പൂങ്കാവനത്തെ ഞാൻ മുട്ടക്കുന്നാക്കി തീർത്തു. എൻ്റെ കർത്താവേ, ഇന്ന് ഞാനിതാ തിരുമുമ്പാകെ വരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്നെ വെളുത്തർക്കാരം വയ്ക്കണമേ, എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. യേശുവേ, നീ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ എന്നെയും ചേർക്കണമേ. ഒരു വിശുദ്ധനാക്കി എന്നെ തീർക്കണമേ, ഒരു പരിശുദ്ധനാക്കി എന്നെ തീർക്കണമേ, ഒരു ശുദ്ധിമതിയാക്കി എന്നെ തീർക്കണമേ. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ മേൽ പകരണമേ. ഇപ്പോൾ തന്നെ ഞാനിതാ എൻ്റെ ഹൃദയം നിനക്കായി തുറന്നു തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അൻപുള്ള പൊന്നേശുവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിനായി സ്തോത്രം. അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ ഞങ്ങളിരുന്നപ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വരുവാൻ തിരുമനസ്സായതിനാൽ നിനക്ക് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ മക്കളെ എല്ലാം തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, അനേകരുടെ ജീവിതത്തിലെ മുട്ടക്കുന്നുകൾ മാറ്റി അവിടെ പൂങ്കാവനം സൃഷ്ടിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.